നമസ്തേ. പുരോഗമനവാദികളുടെ നമ്പർ 1 കേരളത്തിലെ നിലവിലെ അവസ്ഥ എന്താണെന്നറിയുമോ? കേരളം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിവേഗ ഇസ്ലാമികവൽക്കരണ രഹസ്യ അജണ്ട നടപ്പാക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾ മത്സരിക്കുകയാണ്. കേരളത്തിൽ സുപ്രധാന സ്ഥാനങ്ങളിലെല്ലാം തന്നെ മുസ്ലിങ്ങളെ കുടിയിരുത്താനുള്ള രഹസ്യ അജണ്ട കഴിഞ്ഞ 3 പതിറ്റാണ്ടായി വമ്പിച്ച തോതിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനായി സ്വകാര്യ രഹസ്യ പരിശീലനങ്ങൾ അന്നേ തുടങ്ങിയത് അറിഞ്ഞ അമുസ്ലിങ്ങൾ 2% പോലും ഇല്ലായിരുന്നു. ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലും പല പദ്ധതികളും മുസ്ലിം വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന സത്യവും അനേകർക്ക് അറിയില്ല. കേരളം വർഷങ്ങളായി വൻതോതിലുള്ള ഇസ്ലാമികവൽക്കരണത്തിന്റെ പാതയിലാണ്. കേരളത്തിലെ 2 പ്രധാന രാഷ്ട്രീയ മുന്നണികളെയും ജിഹാദികൾ വിലക്കെടുത്തിട്ട് രഹസ്യമായും പരസ്യമായും അവരുടെ രഹസ്യ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇക്കാര്യങ്ങൾ അമുസ്ലിങ്ങൾ അറിയണം, മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണം. ഒപ്പം പ്രശ്നത്തിന് സാധ്യമായ പരിഹാര നടപടികൾ എത്രയും വേഗം കണ്ടെത്തുകയും നടപ്പിലാക്കുകയും വേണം. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന തസ്തികകളിലെല്ലാം മുസ്ലിങ്ങൾ കയറിപ്പറ്റി കഴിഞ്ഞു. ഇനി അവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാകും. കേരളത്തിൽ നിന്നും പരമാവധി ഇസ്ലാമിക എംപിമാർ, ഇസ്ലാമിക MLA മാർ, ഇസ്ലാമിക ഡോക്ടർമാർ, ഇസ്ലാമിക എഞ്ചിനീയർമാർ, ഇസ്ലാമിക വക്കീലന്മാർ, ഇസ്ലാമിക ന്യായാധിപന്മാർ, ഇസ്ലാമിക ശരീഅത്ത് കോടതികൾ, ഇസ്ലാമിക IAS-കാർ, ഇസ്ലാമിക IPS-കാർ, ഇസ്ലാമിക സർക്കാർ ഉദ്യോഗസ്ഥർ, ഇസ്ലാമിക സ്കൂളുകൾ, ഇസ്ലാമിക കോളേജുകൾ എന്നീ വിവിധ ലക്ഷ്യങ്ങളോടെ കേരളത്തിൽ വ്യാപകമായ ഇസ്ലാമികവൽക്കരണത്തിന് ജിഹാദികൾ വീണ്ടും തയ്യാറെടുക്കുകയാണ്. ഇവിടെയാണ് ഇബ്രാഹിം അഹമ്മദ് ഹാജി എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്തി. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ് ഇനി പറയാൻ പോകുന്നത്. പോസ്റ്റ് ഇങ്ങനെ: അടുത്ത 10 വർഷം കേരളം ഭരിക്കേണ്ടത് മുസ്ലിം ഭൂരിപക്ഷമുള്ള LDF സർക്കാർ ആയിരിക്കണം. കാഫിറുകളുടെ ക്ഷേത്രങ്ങളും ആചാരങ്ങളും നശിപ്പിക്കാൻ പോകുന്ന LDF ഭരണമായിരിക്കണം അത്. പാലായിൽ 4 മുസ്ലിം പള്ളികൾ വരണം. ഈരാട്ടുപേറ്റക്കാരുടെ ചിരകാല സ്വപ്നമാണത്. ക്ഷേത്രഭൂമികൾ പിടിച്ചെടുത്ത ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രകാരം പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് വീതിച്ചു നൽകണം. അതുകൊണ്ട് എല്ലാ മുസ്ലിം സഹോദരങ്ങളും വരുന്ന 10 വർഷം LDF-നെ തന്നെ ഭരണത്തിലെത്തിക്കണം. മുസ്ലിങ്ങളല്ലാത്ത ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് ഒന്നും നൽകിയില്ലെങ്കിൽ പോലും LDF-ന് ഭരണം കിട്ടുമെന്നറിയുമല്ലോ. എന്നാൽ അതിനൊപ്പം സകല മുസ്ലിങ്ങളുടെ വോട്ടും കൂടി ചേർന്നാൽ LDF-ന്റെ വിജയം ഉറപ്പാണ്. എല്ലാ മുസ്ലിം സഖാക്കളും നമ്മുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന ലക്ഷ്യം മറക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ കേരളം നമ്മുടെ സ്വന്തമാകും. ശരീഅത്ത് നിയമങ്ങൾ പിന്നണിയിൽ റെഡിയായി കഴിഞ്ഞു. ഇനി ആരും നമ്മുടെ ഇസ്ലാമിക ലക്ഷ്യങ്ങൾ മറന്നു വോട്ട് ചെയ്യരുത്. ലാൽസ്ലാം മുസ്ലിം സഖാക്കളെ. ഇതാണ് അയാളുടെ പോസ്റ്റ്. LDF മുന്നണിയുമായി ജിഹാദികൾ പണ്ടേ രഹസ്യമായും ഇപ്പോൾ പരസ്യമായും കൂട്ടുകൂടിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമാണ്. UDF-ലെ ഒരു സുപ്രധാന വോട്ട് ബാങ്ക് മുസ്ലിം ലീഗാണല്ലോ. പക്ഷേ UDF-ലെ കോൺഗ്രസിൽ പല ഗ്രൂപ്പുകൾ അതിശക്തമായതിനാൽ നമ്മുടെ ലക്ഷ്യത്തിന് ചെറിയ താമസം നേരിട്ടേക്കാം. അങ്ങനെ നോക്കുമ്പോൾ കേഡ സ്വഭാവമുള്ള എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന CPM-നെ തന്നെയാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിനായി കൂടെ നിർത്തേണ്ടത് എന്ന കാര്യം ഉന്നത മുസ്ലിം നേതാക്കൾ തീരുമാനിച്ചിരുന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ പാലായിൽ 4 മുസ്ലിം പള്ളികൾ വരണം. ഈരാട്ടുപേട്ടക്കാരുടെ ചിരകാല സ്വപ്നം നടക്കണമെന്ന് പറഞ്ഞതിൽ നിന്നും ഇയാൾ PC ജോർജിനെ തോൽപ്പിച്ച ഈരാറ്റുപേട്ടക്കാരിൽ പ്രധാനിയായ ഒരാളാണെന്ന് വ്യക്തമാണ്. ഇസ്ലാമിക് ഗ്രൂപ്പിൽ വന്ന ഈ പോസ്റ്റിനെ അവിശ്വസിക്കേണ്ടതില്ല. LDF മുന്നണിയുമായി ഇവർ തിരഞ്ഞെടുപ്പിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയായി വേണം ഈ പോസ്റ്റിനെ കാണാൻ. കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നേരിടാൻ പോകുന്നത് ഇസ്ലാമികവൽക്കരണം എന്ന വലിയ കൊടിയ ആപത്തിനെ തന്നെയാണ്. കേരളത്തിൽ LDF സർക്കാരിനെ 2ാം തവണയും അധികാരത്തിലേറ്റിയതിലൂടെ ക്രൈസ്തവരും ഹിന്ദുക്കളും തങ്ങളുടെ അധപ്പതനത്തിന്റെ മരണക്കുഴി വെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു നിന്ന് ഇതിനെ തടഞ്ഞില്ലെങ്കിൽ അവരുടെ വരും നാളുകൾ വലിയ അപകടത്തിലാവുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.